Come to Armenia. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് അർമേനിയയിലെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തു. ഇപ്പോൾ ലോബിയിൽ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകട്ടോ, ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഈ ഹോട്ടലിനോടും ബൈ പറയാണ്. ഷീസ് അവർ ഗൈഡ് ഗായ. Very nice to meet you. If you are coming to Armenia, you have to find Gaia. Yes. Because her knowledge is incredible. Really? Yes. Thank you. Thank you. And her smile is even better. Good smile. Okay. Come to Armenia. ഇത് അർമേനിയൻ ലോക്കൽ മാർക്കറ്റ് ആണ്. നമുക്ക് ഇവിടുന്ന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ, പക്ഷെ ഇവിടെ കാർഡ് എടുക്കൂല, ക്യാഷ് ഓൺലി. അർമേനിയയിലെ തെരുവുകളിലൂടെയുള്ള യാത്രയിൽ നമ്മൾ എത്തിച്ചേരുന്നത് വെർണിസാഷ് എന്ന വിഖ്യാതമായ ഓപ്പൺ എയർ മാർക്കറ്റിലാണ്. നോക്കുന്നിടത്തെല്ലാം കരവിരുതുകളുടെ വിസ്മയ കാഴ്ചകൾ മാത്രം. ക്രോഷേ വർക്കുകളും വെള്ളിയാഭരണങ്ങളും പാത്രങ്ങളും മറ്റു കരകൗശല വസ്തുക്കളും സുവനീറുകളും എല്ലാം നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഓരോന്നിലും അർമേനിയൻ സംസ്കാരത്തിന്റെ അടയാളങ്ങളുമുണ്ട്. ഈ വെങ്കല ശില്പങ്ങൾ നോക്ക്. പുരാതന അർമേനിയൻ പോരാളികളുടെയും രാജാക്കന്മാരുടെയും കുഞ്ഞു രൂപങ്ങളാണവ. ഈ മാലകളിൽ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ മൂൺ സ്റ്റോൺ ആണ്. അർമേനിയൻ താഴ്വരകളിൽ നിന്നും ശേഖരിക്കുന്ന നാച്ചുറൽ സ്റ്റോൺസ് ആണ് മൂൺ സ്റ്റോണുകൾ. ഈ മൂൺ സ്റ്റോണുകൾ കണ്ടപ്പോൾ ഞങ്ങളും ഇതേപോലെയുള്ള കുറച്ച് മാലകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലോക പ്രശസ്തമായ അർമേനിയൻ സംഗീതോപകരണം ദുഡുക്. ആപ്രിക്കോട്ട് മരത്തിന്റെ തടിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഈ ഇൻസ്ട്രുമെന്റ് അർമേനിയയുടെ ഹൃദയമിടിപ്പായിട്ടാണ് അറിയപ്പെടുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ദുഡുക്കിന്റെ വിഷാദം കലർന്ന മനോഹരമായ സംഗീതം കേൾക്കാതെ അർമേനിയൻ യാത്ര പൂർണ്ണമാവില്ല. അർമേനിയൻ ജനതയ്ക്ക് മാതള നാരങ്ങ എന്നത് അവരുടെ ഐശ്വര്യത്തിന്റെയും വംശവർധനയുടെയും ഒക്കെ പ്രതീകമാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലും കലയിലും സിനിമയിലും മാതള നാരങ്ങയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. നോക്കുന്നിടത്തോളം ആകാശം തൊട്ടു നിൽക്കുന്ന അററാത്ത് പർവ്വതം. എത്ര കണ്ടാലും മതിവരാത്ത കാരണം വീണ്ടും വീണ്ടും നോക്കിപ്പോവുകയാണ് അററാത്ത് പർവ്വതങ്ങളും മഞ്ഞും അർമേനിയയിലെ ഈ നഗരവീഥികളും എല്ലാം. അർമേനിയയിലെ നമ്മുടെ അവസാന ദിവസം. ഓരോ കാഴ്ചയും ഓരോ പുതിയ പാഠങ്ങളാണ്, ഓരോ പുതിയ കാഴ്ചയുമാണ്. ഈ ലക്ഷറി വാനിൽ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് കുതിക്കുകയാണ്. പുറത്ത് മഞ്ഞു വീണ വഴികളും അകത്ത് പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള ഈ യാത്രയും. നമ്മുടെ ടീം മുഴുവൻ റെഡിയാണ് അടുത്ത ലക്ഷ്യസ്ഥാനത്തെ അത്ഭുതങ്ങൾ കാണാൻ. അർമേനിയയിലെ ഈ ലാസ്റ്റ് ഡേ നമ്മൾ ഒരു തരി പോലും പാഴാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചില നേരങ്ങളിൽ ഒരു രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ തൊട്ടറിയുന്നത് അവിടുത്തെ നാണയങ്ങളിലൂടെയാണ്. അർമേനിയൻ കറൻസിയായ ഡ്രാം ആണ് നമ്മൾ കണ്ടത്. പുരാതന ലിപികളും ചിഹ്നങ്ങളും ആലേഖനം ചെയ്ത ഈ നാണയങ്ങൾ അർമേനിയയുടെ ആത്മാവാണ്. അർമേനിയൻ മണ്ണിൽ സ്വന്തം കൈകൾ കൊണ്ട് ഒരു കലാരൂപം തീർക്കാനാണ് ഈ ഒരു പരമ്പരാഗത ശൈലിയിലുള്ള കെട്ടിടത്തിലേക്ക് വന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവരുടെ മൺപാത്ര നിർമ്മാണ രീതികൾ അത്രമേൽ ലളിതവും എന്നാൽ അർത്ഥവത്തുമാണ്. മായ നസ് ട്യൂൺ എന്നാണ് ഈ ഒരു കെട്ടിടത്തിന്റെ പേര്. അതായത് മായയുടെ വീട്. ഇവിടെ ഒരുപാട് ശില്പങ്ങളും കരകൗശല വസ്തുക്കളും ഒക്കെ കാണാം. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ശില്പിയുടെയോ ചിത്രകാരന്റെയോ ഒക്കെ വീട്ടിൽ പോയാൽ കാണുന്നത് പോലെ ഒരു നാടിൻ്റെ ചരിത്രം അതിൻ്റെ മനുഷ്യരിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പോർട്രേ ചെയ്യാനെത്തിയ ഈ വീടിൻ്റെ ചുമരുകളിൽ കണ്ട ആ പഴയ ചിത്രങ്ങൾ നോക്കൂ. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അർമേനിയൻ വേഷവിധാനങ്ങളും ഗൗരവം നിറഞ്ഞ ആ മുഖങ്ങളും നമ്മെ ഒരു നിമിഷം പുറകോട്ട് ചിന്തിപ്പിക്കും. ഇവർ പലരും അക്കാലത്തെ പ്രശസ്തരായ കലാകാരന്മാരോ അല്ലെങ്കിൽ ഈ വീടിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവരോ ആകാം. ഇവിടെ ഒരുപാട് പേര് ചെയ്തു വെച്ച പോട്ട്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ചെയ്യുന്ന പോട്ട്സ് അപ്പം തന്നെ ഉണങ്ങി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെയ്തതുപോലെയുള്ള അതേ രൂപത്തിലുള്ള പോട്ട്സ് മുന്നേ ചെയ്ത ആൾക്കാരുടേതായിരിക്കും നമുക്ക് കിട്ടുക. ഇനി വരുന്ന ആൾക്കാർ നമ്മുടേതായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. അങ്ങനെ ആദ്യം തന്നെ ഞാനും ആരിഫും പോയിരുന്നു. ഞാനാണെങ്കിൽ നല്ല വെളുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്.
നമ്മുടെ വിരലുകൾക്കിടയിലൂടെ ആ കുഴഞ്ഞ മണ്ണ് ഒരു രൂപമായി മാറുന്നത് കാണുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സന്തോഷം, സത്യം പറഞ്ഞാൽ ഇതുവരെ മൺപാത്രം ഉണ്ടാക്കാത്ത എനിക്ക് ഇത് ഞാൻ തനിയെ ചെയ്തോളാം, നിങ്ങൾ എന്നെ ഹെൽപ്പൊന്നും ചെയ്യണ്ട എന്ന മനോഭാവമായിരുന്നു. ആ കളിമണ്ണ് കൊണ്ട് ഒറ്റക്ക് ചെയ്തു പഠിക്കാനായിരുന്നു മനസ്സ് നിറയെ. പണ്ട് കാലം മുതലേ അർമേനിയൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് മൺപാത്രങ്ങൾ. വീടുകളിൽ ഉപയോഗിക്കുന്ന വലിയ ഭരണികൾ മുതൽ അലങ്കാര വസ്തുക്കൾ വരെ അവർ മണ്ണിൽ വിരിയിച്ചെടുക്കുന്നു. ഈ യാത്രയിൽ ഞാൻ നിർമ്മിച്ച ഈ ചെറിയ മൺപാത്രം വെറും ഒരു വസ്തുവല്ല, അർമേനിയയുടെ മണ്ണും മനസ്സും ചേർത്ത് വെച്ച എൻ്റെ സ്വന്തം ഓർമ്മയാണ്. ഞാൻ എൻ്റെ മൺപാത്രം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് എൻ്റെ അല്ലുവിൻ്റെ കൂടാണ്. ചെറിയ കൈകൾ കൊണ്ട് ആ കളിമണ്ണിന് രൂപം നൽകാൻ അല്ലു റെഡി ആയിട്ടുണ്ട്. ഒരു പ്രൊഫഷണലിനെ പോലെ വളരെ ശ്രദ്ധയോടെയാണ് അവൻ്റെ ഇരുത്തൊക്കെ. അതിനിടയിൽ ആരിഫിൻ്റെ മൺപാത്രവും അവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചക്രം കറങ്ങുന്നതിനോടൊപ്പം അല്ലുവിൻ്റെ വിരലുകൾക്കിടയിലൂടെ മണ്ണ് വിരിയുന്നത് കാണാൻ നല്ല രസമാണ്. കുട്ടിക്കാലത്തെ ഇത്തരം അനുഭവങ്ങൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നവയായിരിക്കും. അല്ലുവിന് ശേഷം ഹംദയും പോട്ടറി ചക്രത്തിന് മുമ്പിൽ റെഡിയായി. ഹംദയുടെ സന്തോഷം ആ മുഖത്ത് തന്നെയുണ്ട്. ആവേശവും അല്പം ആകാംക്ഷയും നിറഞ്ഞ ഹംദയുടെ മുഖം. കളിമണ്ണിൽ വിരലുകൾ അമർത്തി ആ ചക്രം കറങ്ങുമ്പോൾ ഹംദയും ശരിക്കും അത് ആസ്വദിക്കുന്നുണ്ട്. യാത്രകൾക്ക് എപ്പോഴും ഓരോ സർപ്രൈസുകൾ കാത്തു വെക്കാനുണ്ടാകും. നമ്മുടെ ടീമിലെ അടുത്ത ആളിതാ റെഡിയായി, സമീർ. വളരെ ഗൗരവത്തോടും എന്നാൽ അത്രമേൽ ആസ്വദിച്ചുമാണ് സമീർ കളിമണ്ണിനെ മെരുക്കിയെടുക്കുന്നത്. ചക്രം കറങ്ങുന്നതിനോടൊപ്പം സമീറിന്റെ ശ്രദ്ധയും പൂർണ്ണമായും ആ വിരലുകളിലാണ്. പോട്ടറി ചക്രത്തിന് ചുറ്റും എല്ലാവരും നല്ല ആവേശത്തിലാണ്. ഞാനും ആര്യയും ഇവിടെ ഗാലറിയിലിരുന്ന് ഓരോരുത്തരും മണ്ണിൽ ഓരോ രൂപങ്ങൾ തീർക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അർമേനിയൻ മണ്ണിൽ വിരിഞ്ഞ എത്രയെത്ര മനോഹരമായ രൂപങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. വെറും ഒരു കളിമൺ പാത്രമോ രൂപമോ അല്ലാതെ അർമേനിയയുടെ ചരിത്രവും അവിടുത്തെ ഗോത്ര സംസ്കാരത്തിന്റെ അടയാളങ്ങളും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ആത്മബന്ധവുമെല്ലാം ഈ കളിമൺ ശില്പങ്ങളിൽ കാണാം. നൂറ്റാണ്ടുകളായി അർമേനിയൻ സംസ്കാരത്തിൽ ഭക്ഷണവും വൈനും സൂക്ഷിക്കാൻ ഇതിന്റെ വലിയ ഭരണികളാണ് ഉപയോഗിച്ചിരുന്നത്. കളിമണ്ണിൽ ഉണ്ടാക്കുന്ന വലിയ ഭരണികളിലാണ് അവർ പാരമ്പര്യമായി വൈൻ കേടാവാതെ സൂക്ഷിക്കുന്നത്. ഇതിനെ കരാസ് എന്നാണ് അവർ വിളിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയ കളിമൺ പാത്രങ്ങൾ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല ഉണങ്ങാതെ. ഇതുപോലെ വേറൊന്നും നമുക്ക് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇവിടെ പുറത്തും വേറെ ഒരുപാട് രൂപങ്ങൾ ഇതേപോലെ ഉണ്ട്. അതേപോലെ നമ്മൾ പോകുന്ന വഴിയിലുടനീളം ചുമർ ചിത്രങ്ങളും അതേപോലെ ഉള്ള തൂകുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ മൊത്തം അലങ്കരിച്ചിരിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈനൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന പോലത്തെ വലിയ ഭരണികൾ. നമ്മുടെ നാട്ടിലെ നന്നങ്ങാടിയാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. മൺപാത്ര നിർമ്മാണശാലയിൽ ഫുഡ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഫുഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടാണ് ഫുഡ് കഴിച്ചത്. പക്ഷെ ഇവിടെ ചെന്നാലും ഇതന്നെയാണ് അവസ്ഥ. നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഫുഡ്, നമ്മൾ തൊടാത്ത സാധനങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈ ബൈ പറയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.